ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 15ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 25, 26, 27 തീയതികളിൽ സംഘടിപ്പിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് മാർച്ച് 16-ന് ടി.കെ. രാമകൃഷ്ണൻ കൾച്ചറൽ സെന്ററിൽ നവമാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. ചടങ്ങുകൾ മാധ്യമപ്രവർത്തകൻ എം.വി. നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 25, 26, 27 തീയതികളിലായി കലൂർ എ.ജെ. ഹാളിൽ സംഘടിപ്പിക്കുന്ന ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 15ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് നവമാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത്. ടി.കെ. രാമകൃഷ്ണൻ കൾച്ചറൽ സെന്ററിൽ വെച്ച് ഡിജിറ്റൽ കാലത്തെ സംഘടന പ്രവർത്തനത്തിന്റെ പുതുവഴികൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മാധ്യമപ്രവർത്തകൻ എം.വി. നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൈവന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബ്രോഡ്ബാൻഡ് വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഏതാണ്ട് 90 കോടി ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവര് കേരളത്തിലാണ്, മലയാളികളാണ്. അതായത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർ മലയാളികളാണ്. അപ്പൊ ഇന്റർനെറ്റ് സാക്ഷരത ഏറ്റവും ഉയർന്ന ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാധീനമുള്ള മാധ്യമ മേഖല എന്ന് പറയുന്നത് അച്ചടിയല്ല, ദൃശ്യമാധ്യമ രംഗമല്ല, അത് ഓൺലൈൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. മനീഷ രാധാകൃഷ്ണൻ, അക്ഷയ് സുനിൽ, SBS പ്രശാന്ത് എന്നിവർ വിഷയം അവതരിപ്പിച്ച സെമിനാറിൽ ബെഫി സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി, ജില്ലാ പ്രസിഡന്റ് സുശീൽ കുമാർ, സെക്രട്ടറി സോന PM എന്നിവർ സംസാരിച്ചു. ഒട്ടനവധി അനുബന്ധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തോടനുബന്ധിച്ച്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന അനുബന്ധ പരിപാടിയാണ് ഈ നവമാധ്യമ സെമിനാർ. പൊതുവെ ഞായറാഴ്ച വെക്കുന്ന ഒരു കുഴപ്പമാണ്, ഞായറാഴ്ച ചെയ്യുമ്പോൾ ഒരുപാട് മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു പങ്കാളിത്തം കുറയാനുള്ള ഒരു സാധ്യതയൊക്കെ ഉള്ളതാണ്. അത് ഇന്നും അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഒരു സത്യം. നമുക്കറിയാം, മാധ്യമം വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമം എന്ന് ഒരിക്കൽ പറയുകയും അത് പ്രാവർത്തികമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഭരണവർഗത്തിന് കുടപിടിക്കുന്ന, മുതലാളിമാർക്ക് ഒത്താശ പാടുന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനങ്ങളും മാധ്യമവും മാറിയ ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു പുതിയ കാൽവെപ്പായിരുന്നു നവമാധ്യമം. വിശേഷിച്ചും അടുത്ത കാലത്ത് രൂക്ഷമായ പ്രതിരോധ നിലപാടുകൾ. 4 അവസാനത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെയാണ് നവമാധ്യമങ്ങളുടെ പ്രസക്തി. നവമാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഈ സത്യാനന്തര കാലഘട്ടത്തിൽ, പുസ്തക മൂലധനത്തിന്റെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒപ്പം തന്നെ അതിന്റെ പ്രയോഗം എങ്ങനെ എന്നുള്ളത് കൂടെ പ്രായോഗികമായി എങ്ങനെ ആ പരിപാടികൾ നടപ്പിലാക്കണം, അത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.